1 കൊരിന്ത്യർ ലേഖനം 5-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം എന്ന് വായിച്ചാൽ, നിങ്ങൾ കൊഴുപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവേ. നമുക്ക് പെസഹ കുഞ്ഞാണ് മറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. അത് ക്രിസ്തു തന്നെ. വളരെ അനുഗ്രഹീതമായ നല്ലൊരു വാക്യമാണ് നാം വായിക്കാനിടയായിട്ടുള്ളത്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെട്ട ഒരു പെസഹ കുഞ്ഞാട് അത് ക്രിസ്തുവാണെന്ന് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ധന്യനായ പൗലോസ് അവരെ ഓർപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ ജനമേ, ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കർത്താവ് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി നമുക്ക് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെടുവാനിടയായിട്ടുണ്ട്. തിരുവചനം പുറപ്പാട് പുസ്തകം നാം വായിക്കുമ്പോൾ ആ വാക്യങ്ങൾ 12-ാമത്തെ അധ്യായം 3 മുതൽ വായിച്ചാൽ നന്നായിരിക്കും. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് കുറിക്കുന്ന ചിന്തകൾ. വേഗത്തിലെന്ന് വായിച്ചാൽ, നിങ്ങൾ ഇസ്രായേലിന്റെ സർവ്വസംഘത്തോട് പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തരും ഓരോ ആട്ടിൻകുട്ടി എടുക്കണം. ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരായെങ്കിൽ ആടുകളുടെ എണ്ണത്തിനൊത്തവണ്ണം അവനും അവന്റെ വീട്ടിനടുത്തുള്ള അയൽക്കാരനും കൂടി അതിനെ എടുക്കണം. ഓരോരുത്തരും തിന്നുന്നതിനൊത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. 1 വയസ്സ് പ്രായമുള്ള ആടുമായിരിക്കണം. അത് ചെമ്മരിയാടോ പോരാടോ ആവാം. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. അതിന്റെ രക്തം കുറെ എടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിന്റെ കട്ടളക്കാൽ 2-ന്മേലും കുറുപ്പടിമേലും പുരട്ടേണം. മതി. സ്തോത്രം. വളരെ അനുഗ്രഹീതമായ ഒത്തിരി ചിന്തകൾ അതിന് താഴെയുണ്ട്. ഞാൻ അല്പനേരം പകൽ ആ തിരുവചന ഭാഗം ധ്യാനിച്ചപ്പോൾ യോസേഫ് മുഖാന്തരം ഇസ്രായേലിൽ ചെന്ന വാഗ്ദത്ത ജനം അബ്രഹാമിനോട് ഈ വാഗ്ദത്തം ചെയ്തപ്പോൾ 4 തലമുറ കഴിയുമ്പോൾ അവിടെ നിന്ന് അവർക്കൊരു മടങ്ങിവരവുണ്ടെന്ന് ദൈവം അരുളി ചെയ്തിരുന്നു. എന്നാൽ അവര് ആ ദേശത്തിന്റെ നന്മയും സുഖങ്ങളും ഒക്കെ അനുഭവിച്ചിട്ട് മടങ്ങി വരാൻ താല്പര്യമില്ലാതെ സന്തോഷത്തോടെ അവിടെ പാർക്കുമ്പോൾ അവരുടെ മടങ്ങി വരവിന് ദൈവം ഒരുക്കുന്ന മുഖാന്തരമാണ് യോസേഫിനെ അറിയാത്ത, അല്ലെങ്കിൽ വാഗ്ദത്ത ജനത്തെ അറിയാത്ത ഒരു രാജാവിനെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. ഇവർക്കെതിരെ വലിയ പീഡകൾ വെളിപ്പെട്ടു വരികയാണ്. പീഡകളുടെ നടുവിൽ അവർക്ക് തോന്നുകയാണ് ഇനി ഇവിടെ തുടരണ്ട, സ്വന്തം ദേശത്തേക്ക്, വാഗ്ദത്ത നാട്ടിലേക്ക് അവർക്ക് മടങ്ങി പോകണമെന്ന് താല്പര്യമുണ്ടാകുകയാണ്. നമ്മെ പീഡ പെരുകുമ്പോൾ അതിൽ നിന്ന് അവരെ വിടുവിപ്പാൻ ദൈവം എഴുന്നേൽപ്പിക്കുന്നതിന് മോശയാണ്. മോശ ദൈവത്താൽ നിയോഗിതനായി ഇവരുടെ അടുക്കൽ വരികയാണ്. മോശ നിമിത്തം ദൈവം 10 ബാധകൾ ആ ദേശത്തയക്കുന്നു. 10-ാമത്തെ ബാധയാണ് കടിഞ്ഞൂൽ സംഹാരം. അവൻ ജനത്തിന്റെ പുറപ്പാടിന്റെ സമയമാകുമ്പോൾ തമ്പുരാൻ അവരോട് പറയുകയാണ്, ആബീബ് മാസം 10-ാം തീയതി നാം വായിച്ചത് എങ്ങനെയാണ്? ഓരോ കുടുംബത്തിനും ഒരു ആട്ടിൻകുട്ടിയെ വേർതിരിക്കണം. ആ ആട്ടിൻകുട്ടി എങ്ങനെയുള്ളതായിരിക്കണം? ഊനമില്ലാത്ത ആടായിരിക്കണം. 400 വർഷത്തിന്റെ അടിമത്വത്തിന്റെ മുഖം പൊട്ടിച്ചുകൊണ്ട് വാഗ്ദത്തത്തിലേക്കൊരു പുറപ്പാട് ദൈവർക്ക് കൊടുക്കുമ്പോൾ സർവശക്തനായ ദൈവം അരുളി ചെയ്യുന്ന പ്രമാണം ആട്ടിൻകുട്ടിയെ വേർതിരിക്കണം. അത് ഊനമില്ലാത്ത ആടായിരിക്കണം. ആ ആട്ടിൻകുട്ടിയെ അറുത്ത് അതിന് രക്തവിധിയണം. കട്ടിളപ്പടിമേലും കുറുമ്പടിമേലും പുരട്ടണം. സ്വന്തം ഈ അറുക്കപ്പെട്ട ആട് നിഴലാണ് നാം കൊരിന്ത്യർ ലേഖനത്തിൽ വായിച്ച ഈ ആട് പൊരുളായ നമ്മുടെ കർത്താവാണ്. അവൻ ഒരു സമൂഹത്തിന്റെ വിടുതലിന് വേണ്ടി അവൻ ആടിനെ അറുത്ത് അതിന്റെ രക്തം കട്ടിളമേലും കുറുമ്പടിമേലും പുരട്ടിയിട്ട് അവൻ ജനം അവൻ വാഗ്ദത്തത്തിലേക്ക് പുറപ്പെടുന്നത് പോലെ അവൻ ഒരിക്കലും വിമോചനമില്ലാതെ പാപത്തിനകത്തകപ്പെട്ടു പോയ മാനവരാശിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി, വിടുതലിന് വേണ്ടി സർവശക്തനായ ദൈവമായിരിക്കെ
ദൈവത്തോടുള്ള മഹത്വം മുഴുവൻ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് താണഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. അവൻ എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമൈതലേ, യേശുവിനെ ആരും നിർബന്ധിച്ചിട്ടല്ല യേശു നമുക്ക് വേണ്ടി യാഗമാകാൻ ഇറങ്ങി വരുന്നത്. അങ്ങ് സ്വമനസ്സോടെയാണ് യേശു യാഗപീഠത്തിലേക്ക് നമുക്ക് വേണ്ടി അടുത്തു വരാനിടയായിത്തീരുന്നത്. പഴയ നിയമത്തിനകത്ത് അവൻ പുറപ്പാട് പുസ്തകത്തിലൊക്കെ ഈ യാഗത്തിന് വേണ്ടി കൊണ്ടുവരുന്ന ഈ യാഗമൃഗം അതിന്റെ ഉടയവന്റെ നിർബന്ധത്താലാണ് അത് യാഗപീഠത്തിലേക്ക് അടുത്തു വരുന്നത്. പക്ഷെ യേശു സ്വമനസ്സോടെ നമുക്ക് വേണ്ടി അടുത്തു വരികയാണ്. അവൻ യാഗപീഠത്തിൽ കൊണ്ടുവരുന്ന ഈ ആട് ഊനമില്ലാത്തതായിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. അവൻ പുരോഹിതൻ അതിനെ തഴുകി തലോടി നോക്കിയിട്ട് ഇതിന് ഒരു ഊനകളുമില്ലെങ്കിൽ അതിനെ യാഗത്തിന് വേണ്ടി യാഗപീഠത്തിലോട്ട് കൊണ്ടുവരികയാണ്. യേശു കർത്താവ് ഒരു നല്ല പ്രസ്താവന പറഞ്ഞു, നിങ്ങൾക്ക് ആർക്ക് എന്നെ കുറിച്ച് പാപത്തെ കുറിച്ച് ബോധം വരുത്താൻ കഴിയും? ഒരു ബോധവുമില്ലാത്ത യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിന്റെ 46-ാമത്തെ വാക്യം ഒന്ന് ശബ്ദമുയർത്തി വായിച്ചാൽ നന്നായിരിക്കും. നിങ്ങളിൽ ആർ എന്നെ പാപത്തെ കുറിച്ച് ബോധം വരുത്തുന്നു? പാപത്തെ കുറിച്ച് ബോധം വരുന്നു. നോക്കിക്കേ, നമ്മുടെ സർവശക്തനായ ദൈവം അവൻ പാപം ചെയ്യാത്ത ഒരു ദൈവമാണ്. ഊന്നതകളുള്ള ഒരാളാണ് യാഗപീഠത്തിൽ യാഗമാകാൻ അവൻ കൊണ്ടുവരുന്നതെങ്കിൽ പുരോഹിതൻ അതിനെ യാഗത്തിന് അനുവദിക്കത്തില്ല. ഇവിടെ അവൻ കർത്താവ് തന്നെ കുറിച്ച് തന്നെ പറയുകയാണ്, അവൻ ഞാൻ പാപം ചെയ്യാത്തവനാണ്. അവൻ ഒരു ചലഞ്ചിങ് പ്രസ്താവനയാണ്. നിങ്ങൾക്ക് എന്നെ കുറിച്ച് അവൻ പാപത്തെ കുറിച്ച് അവൻ ബോധം വരുത്താൻ കഴിയും? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് പാപം ചെയ്യാത്ത പരിശുദ്ധനായ ദൈവമാണ്. അവൻ ഭൂതം പോലും അവൻ പറഞ്ഞിട്ടുണ്ട് യേശു പരിശുദ്ധനാണ്. മർക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവൻ നിലവിളിച്ച് നസറേയനായ യേശുവേ, ഞങ്ങൾക്ക് നിനക്ക് തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിക്കുവാൻ വന്നുവോ? നീ ആരെന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. ഈ പകലും എന്നെ കേൾക്കുന്ന ദൈവവിധലെ സാത്താന്യ മണ്ഡലങ്ങൾ പോലും വിളിച്ചു പറയുകയാണ്, നാം ആരാധിക്കുന്ന ആരാധ്യനായ ദൈവം ആരാണ്? പറഞ്ഞേ, അവൻ പരിശുദ്ധനായ ദൈവമാണ്. അവൻ പാപമറിയാത്ത, പാപം ചെയ്യാത്ത, അവൻ സർവശക്തനായ ദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 61-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ വാത്സല്യ ശിഷ്യന്മാരും പറയുന്നത്, നമ്മുടെ കർത്താവ് പരിശുദ്ധനായ ദൈവമാണ്. നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞിരിക്കുന്നു. ഓരോന്നതകളുമില്ലാത്തയാളാണ് ആമേൻ നമ്മുടെ കർത്താവ്. യേശുവിന്റെ കൂടെ 3.5 വർഷം നടന്ന, യേശുവിനെ നന്നായി അറിഞ്ഞ, ആമേൻ യേശുവിന്റെ ആമേൻ എല്ലാ കാര്യപരിപാടികളിലും ഒരുമിച്ച് നിന്ന ശിഷ്യന്മാർക്ക് യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട്, ആമേൻ നീ പരിശുദ്ധനായ ദൈവമാണ്. വാത്സല്യ ദൈവമക്കളെ, നമ്മുടെ ആരാധ്യനായ ദൈവം ഓരോന്നതകളുമില്ലാത്ത ദൈവമാണ്. ആമേൻ സ്തോത്രം. യാഗത്തിന് അർപ്പിക്കപ്പെടാൻ അവൻ ഏറ്റവും യോഗ്യനായിരുന്നു. സ്തോത്രം. പീലാത്തോസും ഹെരോദാവും ഒരുപോലെ പറഞ്ഞു. ലൂക്കോസ് 23:14 ആമേൻ അവൻ വിശുദ്ധനാണെന്ന്. ആമേൻ എന്ന് വായിച്ച ലൂക്കോസ് 23:14. ഈ മനുഷ്യൻ ജനത്തെ മത്സരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ അവനെ എന്റെ അടുക്കൽ കൊണ്ടുവന്നല്ലോ. ഞാനും നിങ്ങളുടെ മുമ്പാകെ വിസ്തരിച്ചിട്ടും നിങ്ങൾ ചുമത്തിയ കുറ്റമൊന്നും ഇവരിൽ കണ്ടില്ല. ഹെരോദാവ് കണ്ടില്ല, അവനെ നമ്മുടെ അടുക്കൽ മടക്കി അയച്ചു. ഞാനും കണ്ടില്ല, പിന്നെ ആര് കണ്ടില്ല? ഹെരോദാവും കണ്ടില്ല. സ്തോത്രം. ഒരു ഉന്നതയ്ക്ക് വേണ്ടിയിട്ട് അവൻ ആകുന്ന നിലകളിലൊക്കെ അവര് നോക്കി. എന്നിട്ട് പീലാത്തോസും ഹെരോദാവും ഒരുപോലെ പറയുകയാണ്, ഞങ്ങളാരും ഇവനിൽ എന്ത് ചെയ്തില്ല, ഒരു കുറ്റവും കണ്ടില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിലെ ഇത്ര പരമാർത്ഥനായ പരിശുദ്ധനായ ഒരു ദൈവത്തെ സേവിക്കാൻ
ഭാഗ്യം സിദ്ധിച്ച ദൈവജനത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയണ്ടേ. ഈ ഭൂമിയുടെ പരപ്പിൽ എത്ര അപകാരങ്ങൾ വെളിപ്പെട്ടു വന്നു. അവരൊക്കെ ഈ കർത്താവിനോട് തുലനപ്പെടുത്താൻ കഴിയുന്നവരാണോ? സ്തോത്രം. മാറി മാറി വിസ്തരിച്ചു നോക്കിയിട്ടും ഒരു ഊനതകളുമില്ലാത്ത പരിശുദ്ധനായ ദൈവം കഴിഞ്ഞില്ല. അതിന്റെ മത്തായി 27:19 വാക്യത്തിൽ പീലാത്തോസിന്റെ ഭാര്യ പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. ഒന്ന് വായിച്ച് 27:19. അവൻ ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ അവന്റെ ഭാര്യ ആളയച്ചു, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്, അവൻ നിമിത്തം ഞാൻ എന്ന സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചു. നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. സ്തോത്രം. പീലാത്തോസിന്റെ ഭാര്യ പറയുകയാണ്, അവൻ ആരാണ്? അവൻ നീതിമാനായ മനുഷ്യനാണ്. ഞാൻ ഈ തിരുവചന ഭാഗങ്ങളൊക്കെ ഇന്ന് പകൽ ധ്യാനിച്ചപ്പോൾ ഹൃദയത്തിൽ ഒത്തിരി സന്തോഷം തോന്നി. നോക്കിക്കേ, സ്തോത്രം. വിസ്തരിച്ച ഹെരോദാവും പീലാത്തോസും പീലാത്തോസിന്റെ ഭാര്യയും അങ്ങനെ തുടങ്ങി പിശാചും അതുപോലെ യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർ മുതൽ എല്ലാവർക്കും ഒരേ സ്വരത്തിൽ യേശുവിനെ കുറിച്ച് പറയാൻ ഒരൊറ്റ സാക്ഷ്യതയുള്ളൂ. അവൻ പരിശുദ്ധനാണ്, അവൻ നീതിമാനാണ്, അവൻ പാപമറിയാത്തവനാണ്, അവൻ വിശുദ്ധനായ ദൈവമാണ്. യേശുവിനെ ക്രൂശിച്ച പടയാളികളുടെ സാക്ഷ്യം കൊടുത്ത് വായിക്കണം. സ്വത്രം. മത്തായി 27:54 വാക്യം എന്ന് വായിച്ചേ. ശതാധിപനും അവനോടുകൂടി യേശുവിനെ കാത്തുനിന്നവരും ഭൂകമ്പം മുതലായവ സംഭവിച്ചത് കണ്ടിട്ട് അവൻ ദൈവപുത്രനായിരുന്നു സത്യം. നോക്കിയാട്ടെ, വളരെ ആവേശത്തോടെ യേശുവിനെ അടിക്കാൻ, യേശുവിനെ ക്രൂശിക്കുമപ്പിപ്പാൻ, യേശുവിനെ പരിഹസിക്കാൻ, അവന്റെ മുഖത്ത് തുപ്പാൻ, മുഷ്ടി ചുരുട്ടി ഇടിക്കാൻ ഒക്കെ മനസ്സ് വെച്ച പടയാളിയും ശതാധിപനും പറയുകയാണ്, വാസ്തവമായും അവൻ പരിശുദ്ധനായിരുന്നു, അവൻ ദൈവപുത്രനായിരുന്നു. നമ്മുടെ കർത്താവിന് നല്ലൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ക്രൂശിൽ കിടന്ന കള്ളൻ പറഞ്ഞില്ലേ, നാം അനുഭവിക്കുന്ന ശിക്ഷ നാം ചെയ്ത ശിക്ഷയാണ്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞത്. ദൈവത്തിന്റെ സ്തോത്രം. നമ്മൾ തെറ്റി ചെയ്തതിന്റെ ശിക്ഷ അനുഭവിക്കുമ്പോൾ തനിക്ക് മുന്നിൽ കിടക്കുന്ന, തന്റെ വശത്ത് കിടക്കുന്ന യേശുവിനെ നോക്കിയിട്ട് കള്ളം പറയുകയാണ്, ഇവൻ അരുതാത്തതും ഒന്നും ചെയ്തിട്ടില്ല. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ചു പറയുന്നു, യാഗപീഠത്തിലേക്ക് കൊണ്ടുവരുന്ന, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെടാൻ കൊണ്ടുവരുന്ന ഈ യാഗമൃഗമാകുന്ന നമ്മുടെ യേശു കർത്താവ് പരിശുദ്ധനാണെന്ന്, അവനെ ഊനമില്ലെന്ന് ക്രൂശിൽ കിടന്ന കള്ളൻ വരെ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞില്ല. മത്തായി 27:3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ 3.5 വർഷം യേശുവിന്റെ കൂടെ നടന്ന യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദ പറയുന്ന സാക്ഷ്യം അവിടെ എഴുതിയിട്ടുണ്ടെന്ന് വായിച്ചു. അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്നവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ട് അനുതപിച്ചു. ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടക്കി കൊണ്ടുവന്ന്, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തെന്ന് പറഞ്ഞു. അനേക ദൃഷ്ടാന്തങ്ങൾ എന്ന് പകലിൽ ഞാൻ വായിപ്പാനിടയായി. എന്നെ കേൾക്കുന്ന വാത്സല്യതയെ സമയം പരിമിതമായതുകൊണ്ട് ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകൾ കർത്താവിന്റെ സന്നിധിയിൽ ഒന്നടയ്ക്കാമോ? കർത്താവിന്റെ മേശയിൽ ഭാഗവാക്കാകാൻ ആഗ്രഹിക്കുന്ന എല്ലാ ദൈവമക്കളും നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം സന്നിധിയിൽ അടച്ച് നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. പൗലോസ് പറയുകയാം, അത് ക്രിസ്തു തന്നെ. തിന്മയും ദുഷ്ടതയുമായ പഴയ പുളിമാവ് കൊണ്ട് അല്ല. പഴയതെല്ലാം മാറണം, പുളിച്ചതെല്ലാം മാറണം. അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നവർ പോലും കുരിന്ത്യ സഭയിൽ ഉണ്ടായിരുന്നു. പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നതാണ്. ഏതെങ്കിലും പുളിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതെല്ലാം മാറണം. പെസഹ ആചരിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ പ്രമാണമാണ് പുളിപ്പ് മാറണമെന്ന്. ആ കൂടാരത്തിനകത്തു നിന്ന് തിരുമേശയിലേക്ക് അടുത്തു വരുന്നത്
പോകുന്നതിന് മുമ്പ് ദൈവവേദനെ ജീവിതത്തിലെ ഏതെങ്കിലും കുറവുകൾ ദൈവപ്രവൃത്തിയെ തടയുന്നെങ്കിൽ ഒരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവസന്നിധിയിൽ ആമേൻ പ്രാർത്ഥനയ്ക്കായി ഒന്ന് സമർപ്പിക്കാനിടയായി തീർന്നാട്ടെ. ആമേൻ സ്തോത്രം. ആമേൻ ക്രൂശിൽ കിടക്കുന്ന കള്ളനും ആമേൻ യേശുവിന്റെ കൂടെ നിന്ന് യേശുവിനെ അറിഞ്ഞ യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാവനെ പറഞ്ഞു ആമേൻ സ്തോത്രം അവൻ നീതിമാനായ ദൈവമായിരുന്നു. ആമേൻ വിസ്തരിച്ച ഹെരോദാവും പീലാത്തോസും ആമേൻ പീലാത്തോസിന്റെ ഭാര്യയ്ക്ക് പറയാനുള്ളത് ഊനമില്ലാത്ത പരിശുദ്ധനായ ദൈവമാണ്. ആമേൻ നമ്മുടെ യേശു കർത്താവ് ശിഷ്യന്മാർക്ക് പറയാൻ ആമേൻ സ്തോത്രം ഭൂതമണ്ഡലങ്ങൾക്ക് പോലും പറയാനുള്ളത് അവൻ പരിശുദ്ധനായ ദൈവമാണ്. കണ്ണുകൾ ദൈവസന്നിധിയിലേക്ക് കേൾക്കുന്ന ദൈവമേ ഇത്ര വിശ്വസ്തനായ ഇത്ര പരിശുദ്ധനായ ഇത്ര പരമാർത്ഥനായ ദൈവമായിരിക്കെ ആമേൻ ദൈവത്തോടുള്ള സമത്വം മുഴുവൻ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി അവൻ ദാസരൂപമെടുത്ത് നമുക്ക് വേണ്ടി താണഭൂമിയിലോട്ട് ഇറങ്ങി വരികയാണ്. യേശുവിന്റെ നാമത്തിൽ അവൻ എല്ലാ കണ്ണുകളും കർത്താവിന്റെ സന്നിധിയിൽ അടഞ്ഞിരിക്കുമ്പോൾ അവനെ കേൾക്കുന്ന ദൈവവിധലെ യാഗമണ്ഡലത്തിലേക്ക് അർപ്പാൻ കൊണ്ടുവരുന്ന യാഗമണ്ഡലം ആമേൻ മനസ്സുകൊണ്ടല്ല ആമേൻ അതിന്റെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ആമേൻ കയറിൽ പിടിച്ച് ഉടവൻ നിർബന്ധമായി വലിച്ച് അതിനെ യാഗപീഠത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആമേൻ അത് നിർബന്ധത്തിന് വഴങ്ങി യാഗമാകുന്നത് പോലെ യേശു അങ്ങനെയല്ല കേട്ടോ. ആമേൻ അവന്റെ അവസാനത്തുള്ളി രക്തം വരെയും അവൻ നമുക്ക് വേണ്ടി ഊറ്റി തന്ന നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി യാഗമായ നമ്മുടെ കർത്താവ് കണ്ണുകളടച്ച് ക്രൂശിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തുമ്പോൾ തിരുവചന ഭാഗം ശബ്ദമുയർത്തി വായിക്കുമ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ ആ ക്രൂശിനെ ധ്യാനിക്കാനിടയാകണം. അനന്തരം നാടുവാഴികളുടെ പടയാളികൾ യേശുവിനെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം അവന് നേരെ വരുത്തി അവന്റെ വസ്ത്രം അഴിച്ച് ചുവന്ന മേലങ്കി ധരിപ്പിച്ച് മുള്ളുകൊണ്ടൊരു കിരീടം പിടഞ്ഞ് അവന്റെ തലയിൽ വെച്ച് വലം കയ്യിൽ ഒരു കോലും കൊടുത്ത് അവന്റെ മുമ്പിൽ മുട്ടുകൂട്ടി ഭൂതന്മാരുടെ രാജാവെ ജയ ജയൻ അവരെ പരിഹസിച്ച് പിന്നെ അവന്റെ മേൽ തുപ്പി കോലെടുത്ത് അവന്റെ തലയിൽ അടിച്ചു അവരെ പരിഹസിച്ച് തീർന്നപ്പോൾ മേലങ്കി നീക്കി അവന്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് ക്രൂശിപ്പാൻ കൊണ്ടുപോയി. അവൻ പോകുമ്പോൾ ശിമോൻ എന്ന പേരുടെ പോരാട്ടക്കാരനെ കണ്ട് അവന്റെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചു. തലയോടിടമെന്ന അർത്ഥമുള്ള ഗോൽഗോഥായ എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവന് കൈപ്പ് കലക്കി വീഞ്ഞ് കുടിപ്പാൻ കൊടുത്തു. അത് വീഴ്ച നോക്കിയാറെ കുടിപ്പാൻ മനസ്സായില്ല. അവരെ ക്രൂശിപ്പാൻ ആ മേസ്തൊക്കെ ക്രൂശിൽ തറച്ച ശേഷം അവർ ചീട്ടിട്ട് അവന്റെ വസ്ത്രം പകർത്തെടുത്ത് അവിടെ ഇരുന്നു കൊണ്ട് അവനെ കാത്തു. യഹൂദന്മാരുടെ രാജാവായ യേശു എന്ന അവന്റെ കുറ്റസംഗതി അവന്റെ മേലെഴുതി അവൻ തലയ്ക്ക് മീതെ വെച്ച് വലത്തും ഇടത്തുമായി രണ്ട് കള്ളന്മാരെയും അവനോടുകൂടെ ക്രൂശിച്ചു. കടന്നു പോകുന്നവർ തല കുലുക്കി അവനെ ദൂഷിച്ചു. മന്ദിരം പൊളിച്ചു 3 നാൾ കൊണ്ട് പണിയുന്നവരെ നിന്നെ രക്ഷിക്കാൻ ദൈവമുണ്ടെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങുവായി പറഞ്ഞു. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവം നമ്മുടെ കണ്ണുകൾ കർത്താവിലേക്ക് എത്തുമ്പോൾ ഗതസമനത്തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ വിയർപ്പുതുള്ളികൾ രക്തത്തുള്ളികളായി മാറുന്നു. പിതാവേ, കഴിയുമെങ്കിൽ പാനമാത്രം എങ്കിൽ നീക്കണം. എങ്കിലും എന്റെ ഇഷ്ടം അവിടുത്തെ ഇഷ്ടം നിവർത്തിയാകണം. പിതാവിന്റെ ഇഷ്ടം നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തമാകാൻ യേശു നമുക്ക് വേണ്ടി മരിക്കണമെന്നുള്ളതായിരുന്നു. ആമേൻ. പടയാളികൾ അവനെ പിടിക്കുന്നു. ആമേൻ. യേശുവിനെ വിസ്തരിക്കുന്നു. ഒരു ഉന്നതങ്ങളും കാണാത്ത യേശുവിനെ ക്രൂശിപ്പാൻ ജനമാർക്കയാണ് ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക. യേശുവിനെ ക്രൂശിക്കാം. ഗബതയിൽ വസ്ത്രം ഉരിഞ്ഞ് വിവസ്ത്രനാക്കി വീലുപോലെ വളച്ചു നിർത്തി നീണ്ട ചാട്ടമുണ്ട് യേശുവിന്റെ പുറം അടിച്ച് ആമേ ശിരസ് മുതൽ പാദം വരെ അറവശാലയിൽ ആമിനൊരു മൃഗത്തെ വികൃതമാക്കി തൂക്കിയിട്ടിരിക്കുന്നത് പോലെ യേശുവിനെ ആമേ ശരീരം മുഴുവൻ അടിച്ച് വികൃതമാക്കിയിട്ട് പച്ച പൈമരക്കുരിശേഷുവിന്റെ തോളിൽ വെച്ച് ഗബതയിൽ നിന്ന് ഗോൽഗോഥാ കുന്നിലേക്ക് കൊണ്ടുപോകുക. വീണ്ടും എഴുന്നേറ്റ് യേശു ആമേൻ ഗോൽഗോഥാ കുന്നിലേക്ക് നടന്നു പോകുമ്പോൾ ദൈവവിധലേ എന്റെ രക്ഷയ്ക്ക് വേണ്ടി, എന്റെ വിമോചനത്തിന് വേണ്ടി, ആമേൻ എന്റെ വിടുതലിന് വേണ്ടി എന്റെ യേശു എനിക്ക് വേണ്ടി യാഗമാകുന്നത്.
ആമേൻ ആത്മാവിൽ ഒന്ന് കണ്ട് ആമേൻ നോക്കിക്കേ ആ ഗോൽഗോഥാ ക്രൂശിൽ യേശുവിനെ കിടത്തി കൈകാലുകൾ ആണികൊണ്ട് അടിച്ചു കയറ്റിയിട്ട് ആമേൻ പാറയുടെ കുഴിയിലേക്ക് ആ ക്രൂശെടുത്തിടുമ്പോൾ ആ ശരീരം ആടി ഉലയുകയാണ്. തലയിൽ മുൾക്കിരീടം വയ്ക്കപ്പെട്ടവനായി, കൈകാലുകൾ ആണിനെ അടിക്കപ്പെട്ടവനായി ആ ക്രൂശിൽ കിടക്കുന്ന കർത്താവിനെ ഒന്ന് കണ്ടാൽ